ടാരോ കാർഡ് നെഗറ്റീവ് ഊർജം അട്രാക്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ടാരോ കാർഡ് വായിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് ഊർജം നമ്മളിലേക്ക് നിൽക്കുമോ? ഇത്തരം ചോദ്യങ്ങൾ വളരെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ ഒരു സംസ്കാരത്തിൽ അത് കേട്ട് ഉള്ള ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. എന്തുതന്നെയായാലും ഈ വീഡിയോയിൽ ഞാൻ തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഇതിന് നൽകാൻ ആഗ്രഹിക്കുന്നത്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഇനി താങ്കൾക്ക് ഇതിൽ വിശ്വാസമുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ടാരോ റീഡേഴ്സ് ഉപയോഗിക്കേണ്ട ചില ക്രിസ്റ്റൽസ് എന്താണെന്നുള്ളതും ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ബ്രേസ്ലെറ്റ് രൂപത്തിൽ. തുടക്കം തന്നെ ഞാൻ പറഞ്ഞോളട്ടെ, ഞാനിതൊന്നും ധരിക്കുന്ന ആളല്ല. അത് എന്താ പറയുക, ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് താങ്കൾ എന്നെ കാണുന്നതെങ്കിൽ ഞാൻ താങ്കൾക്ക് നന്ദി പറയുന്നു, പ്രത്യേകിച്ച് ഈ വീഡിയോ ഓൺ ചെയ്ത് എന്നെ കാണാൻ തീരുമാനിച്ചതിന്. രണ്ട്, എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ എന്നാണ്. താങ്കൾക്ക് ടാരോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ യൂണിവേഴ്സ് വിസ്ഡം ഹബ് ടാരോ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇവിടെ താങ്കൾക്ക് ടാരോ ഓൺലൈനായി പഠിക്കാവുന്നതാണ്, മലയാളത്തിൽ. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ആദ്യ ക്ലാസ്സിൽ പങ്കെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ, എന്തുകൊണ്ടാണ് ഒരു ടാരോ വായന കഴിഞ്ഞാൽ ക്ഷീണം തോന്നുന്നത് എന്ന് താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമായിട്ടും നമ്മളൊരു വ്യക്തിയുമായിട്ട്, ഉദാഹരണത്തിന് താങ്കൾ എൻ്റെ അടുത്ത് ടാരോ റീഡിങ്ങിന് വരുന്നു. താങ്കൾ എന്നോട് താങ്കളുടെ പ്രശ്നം പറയുന്നു. ഈ പ്രശ്നം പറയുമ്പോൾ നമ്മൾ വളരെ അലേർട്ടായിട്ട് കേട്ടുകൊണ്ടിരിക്കും. ഈ അലേർട്ടായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും കടന്നു പോകുന്നുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വ്യക്തി ഒന്ന് എന്നോട് പറയുകയാണ്, സാറേ, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ പണിയെടുത്തു, എൻ്റെ കുടുംബത്തിന് വേണ്ടി കൊടുത്തു, അവസാനം അവരതൊക്കെ എടുത്തു വെച്ച് എന്നെ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു, ഞാനൊന്നുമില്ല എന്നാണൊരു വനിത എന്നോട് പറയുന്നെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്? ഭയങ്കര ദയ തോന്നും. ഈ പറ്റിച്ച വ്യക്തിയോട് ദേഷ്യം തോന്നും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിനുള്ളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ സമാനമായ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടാവാം. അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. അപ്പോൾ ഇൻഫാക്റ്റ് എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ കുറേ ദുഃഖം നമ്മൾ ഈ റെസണൻസ് കൊണ്ട് കണക്ട് ചെയ്യുന്നു. അപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ വേദന മനസ്സിലാക്കാം, പക്ഷെ അദ്ദേഹം നമ്മുടെ വേദന എടുക്കാറില്ല. പക്ഷെ പല ടാരോ റീഡേഴ്സും തുടക്കത്തിൽ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ എമ്പതി കൂടിക്കൊണ്ട് ആ വേദന ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അതാണ് ആദ്യം തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുഃഖവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ റീഡിങ് കഴിഞ്ഞാലും അത് നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു എന്താ പറയുക, ഒരു ഹാങ് ഓവർ പോലെ നിൽക്കും. രണ്ടാമതൊരു പ്രശ്നം സംഭവിക്കുന്നത്, ഈ വ്യക്തി ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനുള്ളിൽ കുറേ ആങ്സൈറ്റി ഉണ്ട്. ഏത് സ്പ്രെഡാണ് എടുക്കുക, ഏത് കാർഡുകൾ വരും, ഈ കാർഡുകൾ ഇങ്ങനെ കണക്ഷൻ ഉണ്ടാവുമോ, ഇത് ഈ വ്യക്തിയുടെ ജീവിതമായിട്ട് റെസണേറ്റ് ചെയ്യൂ എന്ന് പറയുന്ന മാനസിക വ്യതകളും നമ്മുടെ ഉള്ളിനുള്ളിൽ കടന്നു പോകുന്നുണ്ടാവും. ചിലപ്പോൾ അതേസമയം തന്നെ ജീവിതത്തിൽ, നമ്മൾ വ്യക്തി ജീവിതത്തിൽ, ഞാൻ താങ്കൾ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതല്ല, വേറെ പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ടാവും. ഇതെല്ലാം കൂടി വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ സമ്മർദ്ദത്തിന് അടിമപ്പെടും. ഈ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് നമ്മൾ ഈ കാർഡുകൾ എടുത്തു വെച്ച് ഈ കാർഡ് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ എല്ലാം നമ്മളിങ്ങനെ വൈകാരികമായിട്ടും അതേപോലെ മാനസികമായിട്ടും ഇങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് റീഡ് ചെയ്ത് പറയണമല്ലോ. അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മൾ കഴിയുമ്പോൾ ഏതൊരു വ്യക്തിയും നാച്ചുറലി ടയേർഡാവും. അത് ടാരോ കാർഡ് എനർജി വലിച്ചെടുക്കുന്നുണ്ടോ, ആ വ്യക്തി വലിച്ചെടുക്കുന്നുണ്ടോ ഒന്നുമല്ല, നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടേതായിട്ടുള്ള ക്ഷീണവുമാണ്. ഇപ്പോൾ എൻ്റെ മികച്ച ടാരോ മെൻറ്റേഴ്സൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം മാക്സിമം 3 or 4 hours വായിക്കുള്ളൂ. അത് ആഴ്ചയിൽ 5 ദിവസം. പിന്നെ അവർ റെസ്റ്റാണ് എടുക്കുന്നത്. ഓരോ റീഡിങ് കഴിഞ്ഞാൽ അവർ എണീറ്റ് നടക്കും, മുഖം കഴുകും, ഭക്ഷണം കഴിക്കും, പാട്ട് കേൾക്കും. അങ്ങനെ അടുപ്പിച്ചിരുന്നൊന്നും അവർ ചെയ്യില്ല. അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ മാനസികമായിട്ടുള്ള ഒരു എക്സോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് എഫേർട്ട് വേണ്ട ഒരു കലയാണ് ടാരോ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുമോ എന്ത് സിമ്പിളായിട്ടാണ് വായിക്കുന്നത്. ഒരിക്കലുമല്ല. ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് അത് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഇതാണ് സംഭവിക്കുന്നത്. ഒരിക്കലും നമ്മൾ അവരുടെ ഇതെടുക്കരുത്, നമ്മളത് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. ഇത് പറഞ്ഞാൽ പോലും ചില ടാരോ റീഡിങ്ങുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 3-4 ദിവസത്തേക്കൊക്കെ എൻ്റെ മനസ്സിൽ പോലും ചില കഥകൾ അങ്ങനെ അതേപോലെ നിൽക്കാറുണ്ട്, ആ വേദന. പക്ഷേ നമുക്കിത് ആരോടും പറയാൻ പറ്റില്ല. ഈവൻ എനിക്ക് എൻ്റെ വൈഫിനോട് പോലും ഷെയർ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ, എന്നോടൊരു വ്യക്തി അവരുടെ മനസ്സ് തുറന്ന് പറഞ്ഞ കാര്യം നമ്മളതിങ്ങനെ പൂരപ്പാട്ടാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇതാണെങ്കിൽ പോലും നമ്മളത് പറയാറില്ല. അത് എത്തിക്കലുള്ള എല്ലാ ടാരോ റീഡേഴ്സും അങ്ങനെയാണ്. അവരത് ഉള്ളിൽ തന്നെ ഹോൾഡ് ചെയ്യും. അങ്ങനെ കുറേ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഭാരം തോന്നും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടാരോ റീഡിങ് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് സെഷൻ, 25 മിനിറ്റ് സെഷൻ കഴിഞ്ഞാൽ അടുത്ത സെഷൻ ഇരിക്കാതെ നമ്മൾ എണീറ്റ് നടന്ന് വെള്ളം കുടിച്ച് മുഖം കഴുകി ഒന്ന് ഗ്രൗണ്ടിങ് എന്ന് പറയും, എപ്പോഴൊന്ന് ഇതായി കഴിഞ്ഞ് നമ്മളൊന്ന് കണ്ണടച്ച് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുകയോ മെഡിറ്റേഷനോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ടുള്ള ഇത് കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അങ്ങനെ ഒരു വ്യക്തി വന്ന് ഇപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് വായിച്ചിട്ട് ഒരു നെഗറ്റീവ് എനർജി കിട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, പതുക്കെ അതൊരു യൂണിവേഴ്സിൻ്റെ ഒരു സിഗ്നലായിരിക്കാം.
നമ്മൾ ആ വ്യക്തിനെ വേറൊരാളുടെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ചിലപ്പോൾ നമുക്കത്ര ടെൻഷനിൽ അത് വായിക്കാനുള്ള കഴിവുണ്ടാവില്ല. ഇപ്പം ഞാൻ തന്നെ പലരെ ഇങ്ങനെ ഗൈഡ് ചെയ്യാറുണ്ട്. ഒരു ഇത് തോന്നിക്കാൻ ഞാൻ പറയും, ഓക്കെ എനിക്ക് ഇത് പറ്റും തോന്നുന്നില്ല, വൈ ഡോണ്ട് യു മീറ്റ് വൺ ഓഫ് മൈ സ്റ്റുഡൻസ്. എൻ്റെ തന്നെ പല വിദ്യാർത്ഥികളും പല കഴിവുള്ളവരുണ്ട്. ഞാൻ ചിലപ്പോൾ അവരെ ഡയറക്റ്റ് ചെയ്യും. നെഗറ്റീവ് ഊർജ്ജമുള്ളവരല്ല, ചില വ്യക്തികൾ ചില കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാം എന്ന് നമുക്ക് തോന്നുന്നവരാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഇതൊന്നുമല്ല, ഇനി താങ്കൾക്ക് തോന്നുകയാണ് എനിക്കൊരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ വേണം, എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു നല്ല റീഡിങ് പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ചില ഇതുണ്ട്. അത് ഞാൻ താങ്കൾക്ക് ഷെയർ ചെയ്യാം. ഇത് പല ഫോമിൽ വരും. ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ട് ഇത് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, ഏതൊക്കെ ക്രിസ്റ്റൽസ് ഉപയോഗിക്കണം എന്നുള്ളത്. ഞാനൊരു ക്രിസ്റ്റൽ എക്സ്പേർട്ട് അല്ല. ഞാൻ പറയുന്നു, നമ്മുടെ മെൻറ്റേഴ്സ്, അതായത് എസ്പെഷ്യലി ഇന്ത്യയിലുള്ള ടാരോ റീഡേഴ്സ് പലപ്പോഴും കണ്ടാൽ കയ്യിൽ 3-4 ബ്രേസ്ലെറ്റ് ഇട്ടുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ്, എൻ്റെ കൂട്ടുകാരൊക്കെ. അല്ലാതെ ഞാൻ എക്സ്പേർട്ട് അല്ല. ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മൾ മക്കളെ ബ്ലാക്ക് ടേർമലിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതൊരു കറുത്ത നിറത്തിലാണ് ഇരിക്കുക. ഇത് താങ്കൾക്ക് വേണമെങ്കിൽ ബ്രേസ്ലെറ്റ് മേടിച്ചിടാം, അല്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റോൺ കിട്ടും. ഇതിലേതെങ്കിലും ഒന്ന് മേടിച്ചാൽ മതി. ഇത് എന്തിനാണ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ധരിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ല ഇനി വീട്ടിനാണ് ഒരു നെഗറ്റിവിറ്റി തോന്നുന്നെങ്കിൽ നമുക്ക് വീടിൻ്റെ എന്താ പറയുക എൻട്രൻസിലോ സൈഡിലൊക്കെ ആയിട്ട് ഇത് വെക്കാം. അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി പോകുന്നതാണ് വിശ്വാസം. അപ്പോൾ ഇത് ഈ ബ്ലാക്ക് ടെർമലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി വലിച്ചെടുത്ത് എന്താ പറയുക ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തോന്നുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് തോന്നുകയാണ് എനിക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ട്, കണ്ണ് തട്ടി, അതായത് എനിക്കൊരു ചാർജ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ബ്ലാക്ക് ടേർമലിൻ എന്ന് പറയുന്ന ക്രിസ്റ്റലാണ് നല്ലത്. ഇതെല്ലാം വാങ്ങേണ്ട കാര്യമില്ല. താങ്കൾക്ക് കയ്യിൽ ബ്രേസ്ലെറ്റ് ഇടുന്നത് കുഴപ്പമില്ലെങ്കിൽ ബ്രേസ്ലെറ്റ് വാങ്ങുക. ഇനി ബ്രേസ്ലെറ്റ് ഇടാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ ഇതിൽ ഒരു സ്റ്റോൺ മേടിച്ച് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലോ, ചെറുതായിരിക്കും, കൊണ്ടു നടക്കുക. ഇതിനൊക്കെ 10-400 രൂപ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാവും. എൻ്റെ ലിങ്ക് ഒന്നും ചോദിക്കരുത്, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ എവിടെയെങ്കിലും വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്ത് പറ്റുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പോകും. ഇതിനോട് സമാനമായി വരുന്നൊരു ഇത് കൂടിയുണ്ട്. അതിന് നമ്മൾ ഒബ്സീഡിയൻ എന്ന് പറയും. ഒബ്സീഡിയനും ബ്ലാക്ക് ടെർമലിനും തമ്മിൽ കണ്ടാൽ ഏകദേശം ഒരേപോലെ ഇരിക്കും, പക്ഷെ അത് വരുന്ന പശ്ചാത്തലം വ്യത്യാസമുണ്ട്. ബ്ലാക്ക് ടെർമലിൻ എന്ന് പറയുന്നത് ശരിക്കൊരു നാച്ചുറൽ ക്രിസ്റ്റൽ ആണെങ്കിൽ, നമ്മുടെ ഒബ്സീഡിയൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ലാവ ഉറഞ്ഞിട്ട് വരുന്ന ഗ്ലാസ്സിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. ഇത് പൊതുവേ ഹീലേഴ്സിന് നല്ലതാണെന്ന് പറയും. അതായത് നിങ്ങളിപ്പോൾ റേക്കി ഹീലിങ്ങോ അല്ലെങ്കിൽ ടാരോയിലൂടെ തന്നെ നിങ്ങൾ അങ്ങനെ ഹീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്സീഡിയൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഇടുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ സ്റ്റോൺ മേടിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അവിടെ വെക്കുകയും ചെയ്യാം. ഇത് പൊതുവേ ബ്ലാക്ക് മാജിക്കിന് വളരെ ശക്തമായിട്ട് ഇതാക്കുന്നു പറഞ്ഞു എൻ്റെ പല മെൻറ്റേഴ്സും ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മെൻറ്റേഴ്സ് എന്ന് പറയുന്ന കൂട്ടുകാർ നമ്മൾ ഇതിനൊക്കെ പോകുമ്പോൾ അവർ കയ്യിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ കറുത്തൊരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നുമല്ല, അത് എൻ്റെ വൈഫിന് ഗിഫ്റ്റ് ചെയ്തൊരു സംഭവമായിരുന്നു. അത് വെറും ബ്ലാക്ക് മുത്ത് മാത്രമാണ്. പക്ഷെ അവർ തെറ്റിദ്ധരിച്ചത് ഒബ്സീഡിയൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ബ്ലാക്ക് ടെർമലിൻ അല്ലെങ്കിൽ ഒബ്സീഡിയൻ. ഇത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നെഗറ്റീവ് എനർജി വരുന്നുണ്ട് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ധരിക്കുക. അല്ല നിങ്ങൾക്ക് എന്താ പറയുക ബ്ലാക്ക് മാജിക്കിൻ്റെ അറ്റാക്ക് വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ധരിക്കുക. പിന്നെ നമുക്ക് ധരിക്കാവുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് അമത്തേസ്റ്റ് എന്ന് പറയുന്നതാണ്. ഇത് ഏകദേശം ഈ കളറിലുണ്ടാവും. വളരെ മനോഹരമായിട്ടുള്ള സംഭവമാണ്. ഇത് ഒരു സ്പിരിച്വൽ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും നല്ലൊരു സംഭവമാണ്. ഓക്കെ. ഇത് രണ്ട് ഗുണം ചെയ്യും. ഒന്നെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജി വൈപ്പ് ഔട്ട് ചെയ്യുകയും ചെയ്യും, നമുക്ക് സ്പിരിച്വൽ ക്ലാരിറ്റി കൂട്ടുകയും ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചാൽ മതി കേട്ടോ, എല്ലാം ധരിക്കേണ്ട കാര്യമില്ല. താങ്കൾക്ക് ഏതാണ് അനുയോജ്യം എന്ന് തോന്നുന്നത് ധരിക്കുക. ഓരോന്നിനും ഓരോ ഇതുണ്ട്. ഇത് ദിവസവും ധരിക്കാവുന്നതാണ്, നമുക്ക് എന്താ പറയുക കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ ടൈഗേഴ്സ് ഐ എന്ന് പറയും. ടൈഗേഴ്സ് ഐ ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ധരിക്കുന്നത്. പൊതുവേ എന്താ പറയുക നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുക, അല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് കുറയുക, കുട്ടികൾക്കൊക്കെ നമ്മളിത് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ടൈഗേഴ്സ് ഐ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആത്മവിശ്വാസം കൂടും. ഇപ്പം നമുക്ക് തന്നെ ടാരോ റീഡിങ്ങിൽ ആത്മവിശ്വാസം കുറയുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ടൈഗേഴ്സ് ഐ ആ സമയത്ത് ധരിക്കാവുന്നതാണ്, റീഡിങ് സമയത്ത്. പിന്നെ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കൂടും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഞായറാഴ്ച ദിവസമാണ് ഇത് ധരിക്കാൻ ബെസ്റ്റ് എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണെന്നുള്ള അറിയില്ല, ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. പിന്നെ ക്ലിയർ ക്വാർട്സ് എന്ന് പറയുന്നത് ആർക്കും ധരിക്കാവുന്നതാണ്. ഇത് ഒന്നാമത്തെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് മാനിഫെസ്റ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇത് കൂട്ടുമെന്ന് പറയുന്നു, വേദന കുറയ്ക്കുമെന്ന് പറയുന്നു. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ ഇത് നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിന് പൊതുവേ നമുക്ക് എന്താ പറയുക നെഗറ്റീവ് എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതല്ല. ഇത് മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുന്നവർ, തീരുമാനങ്ങൾ എടുക്കുന്നത്, അതുപോലെ പഠിക്കുന്നവർ ഒക്കെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എന്നെല്ലാം പറയുന്നൊരു സംഭവമാണ് ക്ലിയർ ക്വാർട്സ് എന്ന് പറയുന്നത്. ഇത്രയും ഒരെണ്ണം കൂടി ഉണ്ടെന്ന് വിചാരിച്ചില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇത് നോക്കിയിട്ട് ഇതിൽ ഏതെങ്കിലും മേടിച്ച് വെച്ചാൽ മതി.
ഏതെങ്കിലും ഒന്ന് നമുക്ക് ധരിക്കാം. അപ്പോൾ ഇതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ശാസ്ത്രീയ തലത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതല്ല നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു തെറ്റുമില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്ന എന്ത് സാധനങ്ങളും നമ്മുടെ ഉപകരണമാണ്. അതുകൊണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ സൈനിങ് ഓഫ്.